ഇപ്പോൾ ഭാഗികമായി തകർന്ന ഒരു വീട്ടിനകത്തേക്ക് ഒരു ജീപ്പ് അതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. ആ ജീപ്പ് കയർ കെട്ടി വടം കെട്ടി വലിച്ച് പുറത്തേക്ക് എടുത്ത് അതിനകത്ത് ചെന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ നീക്കം എന്ന് കരുതുന്നുണ്ട്. ഇതിനകത്ത് വീടിനകത്ത് പരിശോധിക്കുകയാണ്. വീടിനകത്ത് ആ ജീപ്പ് മാറ്റിയാലാണ് അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അകത്ത് കയറിയിട്ട് അതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ ജീപ്പിന്റെ അകത്തുനിന്ന് രണ്ടുപേർ കിട്ടിയിരുന്നു. അതിന്റെ മുകളിൽ കുറച്ചാൾ രക്ഷപ്പെട്ടിരുന്നു, അവരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇനി അതിന്റെ അകത്ത് വന്ന് അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ജീപ്പ് ഇപ്പൊ അങ്ങനെയുള്ള കവാടം അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് അത്. ജീപ്പിനകത്തുനിന്ന് 2 മൃതദേഹങ്ങൾ ബോഡി കിട്ടി. ജീപ്പിന്റെ അകത്ത് നിന്ന് ഗ്ലാസ് പൊട്ടിച്ച ഒരാൾ ജീപ്പ് ഈ പ്രളയം ഉണ്ടായ ഉടനെ തന്നെ ആ ജീപ്പ് എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ജീപ്പിന്റെ അകത്ത് ബോഡിയല്ല, ജീവനോട് തന്നെ കിട്ടിയ ആളാണ് പൊട്ടിച്ച്. അതിന്റെ അകത്ത് ആ വീടിന്റെ അകത്തുണ്ടായിരുന്ന 2-3 പേരെ മുകളിൽ കയറിയിരുന്നു. ആ മുകളിൽ കയറിയ ആളുകളെയും അവർ രക്ഷപ്പെടുത്തി. പിന്നെ അതിന്റെ അകത്ത് വേറെ ആളുകളുണ്ടോ എന്ന സംശയമാണ്. ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന നാട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ അകത്തേക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ അകത്ത് കയറി സെർച്ച് ചെയ്യണമെങ്കിൽ ആ ജീപ്പ് മാറ്റണം, എങ്കിലും അതിന്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ശ്രമങ്ങളും അങ്ങനെ കയറി വീടുകളും ഓരോ വീടും ആ രൂപത്തിൽ സെർച്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം വീടുകളുണ്ടായിരുന്നു, എല്ലാം ഒഴുകിപ്പോയി. ഇപ്പോൾ ഉള്ള വീടുകളിൽ അങ്ങനെ എന്തെങ്കിലും അകത്തേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് അത് സെർച്ചിങ്ങിൽ ആളുകൾ ആരെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അതെ. എത്ര ആളെ മിസ്സായിട്ടുണ്ട് എന്ന് ഇതുവരെയും ഒരു കണക്ക് കിട്ടിയിട്ടില്ല. ആ കണക്ക് ഇനി സർക്കാർ സർവേ നടത്തി കണ്ടെത്തണം. അപ്പൊ അതുകൊണ്ടാണ് അതിന് കാലതാമസം വരുന്നത് കൊണ്ടാണ് ഈ രൂപത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ സെർച്ചിങ്ങിന് സൗകര്യം സംവിധാനമുണ്ടോ? രാത്രിയാകുമ്പോൾ ഇപ്പോൾ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സർക്കാരിന്റെ NDRF ടീമും ഒക്കെ ഉണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. അവരെല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ ശ്രമകരമായ ദൗത്യമാണ്. കാരണം നമുക്ക് നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ വലിയ പാറക്കല്ലുകളും മൺകൂനകളും മരക്കഷ്ണങ്ങളും ഒക്കെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് വീട്ടിനകത്തേക്കുമൊക്കെ. അപ്പൊ അതിനകത്ത് ആരെങ്കിലും ഇപ്പോൾ കാണാതായ കണക്കുകളുണ്ടല്ലോ, കണക്കുകളുള്ളതും കണക്കുകൾക്ക് അപ്പുറത്തുമുള്ളതുകൊണ്ട് നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഇതിനകത്ത് ജീവനോടെയോ അല്ലാതെയോ ഒക്കെ ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ്. അതിനുവേണ്ടിയുള്ള ഓരോ വീടുകളിലും കൃത്യമായി അതിനകത്ത് കയറി രാവിലെയൊക്കെ അങ്ങനെ സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള സൗകര്യവും സംവിധാനവും സമയവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാണുന്ന ആളുകളൊക്കെ എടുത്ത് രക്ഷാപ്രവർത്തകർ കൊണ്ടുപോവുകയായിരുന്നു. അതിൽ പലരും മരിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ വീടിനകത്ത് ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. നിരവധി വീടുകൾ തകർന്ന സ്ഥലമാണിതെന്ന് ഓർക്കണം. ഏകദേശം 100ഓളം വീടുകൾ ഇവിടെ പൂർണ്ണമായും നാമാവശേഷമായിട്ടുണ്ട്. അതിന്റെ ലക്ഷണം പോലും, ഒരു വീടുണ്ടായിരുന്നു, മനുഷ്യർ താമസിച്ചിരുന്നു എന്നുള്ളതിന്റെ ലക്ഷണം പോലും ഇല്ലാത്ത രീതിയിലും പൂർണ്ണമായി തകർന്നടിഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിനോട് ചേർന്നുള്ള ചില വീടുകൾ ഭാഗികമായും പൂർണ്ണമായും ഒക്കെ തകർന്ന ഒരു വീടുകളുണ്ട്. അതിനകത്തുള്ള കയറിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകളും NDRF ഉൾപ്പെടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ